ഒക്ടോബർ മാസം ജപമാല മാസമാണ്. ഓരോ ജപമണി പ്രാർത്ഥനയിലൂടെയും ദൈവത്തെ അനുഭവിക്കുവാനായിട്ടും ജപമാല അർപ്പിക്കുമ്പോഴൊക്കെ ഈശ്വര സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുവാനുമായിട്ട് നമുക്ക് ഈ ദിനങ്ങളെയൊക്കെ ആത്മാർത്ഥമായി ദൈവത്തോട് ചേർത്ത് വയ്ക്കാം. അമ്മയുടെ സമർപ്പണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴൊക്കെ മംഗളവാർത്താ ദിനത്തെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും ആനന്ദം സമ്മാനിക്കുന്ന വാർത്തയെന്നാണ്. ചിലപ്പോഴെങ്കിലും ചില മംഗളവാർത്തകളൊക്കെ ആനന്ദദായകമാകണമെന്നുമില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ മംഗളവാർത്ത ആനന്ദകരമായതിൻ്റെ കാരണം അമ്മയ്ക്ക് ദൈവത്തിലുണ്ടായിരുന്ന പൂർണ്ണമായ വിശ്വാസവും ശരണവും ഒക്കെയാണ്. നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ കേൾക്കുന്ന വാർത്തകളൊക്കെ മംഗളകരമല്ലെങ്കിൽ കൂടെയും അത് മംഗളകരമാക്കണമെങ്കിൽ ഈശ്വര സാന്നിധ്യം അത്യന്താപേക്ഷിതമായ ഒന്നാണ്. നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്തയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനത്തെ ഏറ്റവും സ്നേഹത്തിൽ അമ്മയുടെ സന്നിധിയോട് ചേർത്ത് വയ്ക്കാം. ഇത് ജപമാല മാസമാണ്. പരിശുദ്ധ അമ്മയുടെ ഒപ്പമായിരുന്നു കൊണ്ട് ഈ ദിനങ്ങളെ അനുഗ്രഹമാക്കുവാനും ജപമണികളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മംഗളവാർത്തകളുടെ ദിനങ്ങളാക്കി മാറ്റണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ചില മംഗളവാർത്തകൾ മനസ്സിനെ ഉരുക്കിക്കളയുന്നതാണ്. ഉത്തരം നൽകുവാനോ ആശ്വസിപ്പിക്കുവാനോ ആകാതെ ഒരുപാട് പൊള്ളലുണ്ടാക്കുന്ന വാർത്തകൾ. വാർത്ത പറഞ്ഞവൻ അപ്പോഴും ഒന്നും സംഭവിക്കാത്തതുപോലെ തുടരുന്നുമുണ്ടാവാം. ഒരു കാട്ടിനും വീഴ്ത്താനാവാത്ത മഹാമേരു പോലെ. മറിയത്തിന്റെ മുൻപിൽ ഗബ്രിയേൽ അവതരിപ്പിച്ച മംഗളവാർത്ത കേൾക്കുവാനോ അനുഭവിക്കുവാനോ അത്ര ഇമ്പമുള്ളതായിരുന്നില്ല. തന്റെ ജീവൻ തന്നെ ഒരു കല്ലേറിൽ തീരാവുന്ന അത്രയും ഗൗരവമുള്ള ഭീകരമായ അവസ്ഥയാണ് ഗബ്രിയേൽ പങ്കുവച്ചത്. നിരസിക്കുവാനും ഓടിമറയുവാനുമാണ് സാധാരണ മനുഷ്യചിന്ത ആവശ്യപ്പെടേണ്ടത്. പക്ഷെ മറിയം പറഞ്ഞത് അന്നത്തെ കാലത്ത് വേറെ ആരെങ്കിലും സമ്മതിക്കുമോ എന്ന് സംശയമുള്ള നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന വാക്കുകളാണ്. അവൾക്കതിന് പലിശ കൊടുക്കേണ്ടി വന്നത് കാൽവരിയുടെ പാറയിടുക്കുവരെയും അതിനുശേഷവും കൂടെയാണ്. നിനക്ക് മംഗളമായതൊന്നും മംഗളവാർത്തകളല്ല. നിന്നെ ആശ്വസിപ്പിക്കുന്നതും മോഹിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും മംഗളവാർത്തയാകുകയുമില്ല. മംഗളവാർത്തകളാകുന്നത് നീ സ്വയം എരിയുവാൻ അനുവദിക്കുന്ന, തോറ്റുകൊടുക്കുവാൻ മനസ്സുവെക്കുന്ന, ഉരുകിത്തീരുവാൻ തയ്യാറാകുന്ന, ഉടഞ്ഞുപോകാൻ അനുവദിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മംഗളകരമായതിന് പിന്നിൽ കരിഞ്ഞു തീർന്ന ആരെങ്കിലുമൊക്കെ കാണും. നാം അനുഭവിക്കുന്ന ഐശ്വര്യങ്ങൾക്ക് പിന്നിൽ ആരുടെയൊക്കെയോ എല്ലുന്തിയ വിളർച്ച ബാധിച്ച ഭൂതകാലങ്ങളുണ്ട്. നിന്റെ മുൻപിൽ രണ്ട് സാധ്യതകളാണുള്ളത്. മറ്റുള്ളവർ സൃഷ്ടിച്ച മംഗളവാർത്തകൾ നുകരുക, എന്നിട്ട് ജീവിതം തുടരുക. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിന്റെ ചെലവിൽ മംഗളവാർത്തകൾ സൃഷ്ടിക്കുക. ആദ്യത്തേത് എളുപ്പമാണ്, രണ്ടാമത്തേത് ക്ലേശകരവും. മറിയം തിരഞ്ഞെടുത്തത് രണ്ടാമത്തേതാണ്. ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ ജീവിതമൊക്കെ മംഗളകരമാകുവാൻ നമുക്ക് ഈ ജപമണിയോടൊപ്പമാവാം. ഇന്നിന്റെ ജപമാല സമർപ്പണത്തിൽ അമ്മ മാതാവേ, ഞങ്ങളുടെ കൂടെ എന്നും തുണയായി ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വാർത്തകളൊക്കെ മംഗളകരമായിട്ട് മാറുവാൻ, മംഗളവാർത്തകളായിട്ട് മാറുവാൻ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണമേ എന്നും, ഞങ്ങളുടെ ജീവിത കുറവുകളെയും ജീവിത കുരിശുകളെയും ഒക്കെ വിശുദ്ധിയോടുകൂടെ വഹിക്കുവാനുള്ള കൃപയും ധൈര്യവും ഞങ്ങൾക്ക് സമ്മാനിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, കൂടെ ഉണ്ടാവണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.